2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച ചട്ടങ്ങളിലെ ചട്ടം 69(5) താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, ഇന്ന് സഭ മുമ്പാകെ അവതരിപ്പിക്കുന്ന 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ അവതരണത്തിന് ശേഷം ഇന്ന് തന്നെ പരിഗണിക്കുന്നതിലേക്കായി കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 69(5) വ്യവസ്ഥകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്നതിന് ഈ സഭ തീരുമാനിക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 8 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 8 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അങ്ങേക്ക് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. സർ, നമ്മുടെ സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും പഴക്കവും പാരമ്പര്യമുള്ളതാണ് രജിസ്ട്രേഷൻ വകുപ്പ്. 1865 കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് രാജ്യത്ത് തന്നെ ആദ്യത്തെ സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥാപിതമായത്. ഇന്ന് സംസ്ഥാനത്താകെ 315 സബ് രജിസ്ട്രാർ ഓഫീസുകൾ പ്രവർത്തിക്കുകയാണ്. സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായി രജിസ്ട്രേഷൻ വകുപ്പ് മാറിയിട്ടുണ്ട്. 5578.94 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷത്തെ വരുമാനം. ഇത് തൊട്ടു മുമ്പ് വർഷത്തേക്കാൾ 360 കോടിയോളം അധികമായിരുന്നു. രജിസ്ട്രേഷൻ വകുപ്പും കാലത്തിനൊപ്പം എന്ന മുഖസന്ദേശവുമായി ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആകെ ആധുനികവൽക്കരിച്ച് വരികയാണ്. അടിസ്ഥാന സൗകര്യ വികസനം, കമ്പ്യൂട്ടർവൽക്കരണം, ഡിജിറ്റൈസേഷൻ, ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങി നിരവധി പരിഷ്കാരങ്ങളാണ് ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 9 വർഷ കാലയളവിൽ നടപ്പിലാക്കിയത്. സർ, തിരഞ്ഞെടുക്കപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസുകളെ ISO നിലവാരത്തിൽ ഉയർത്താനുള്ള നടപടികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അവകാശപത്രങ്ങൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, വസ്തുനിലപാടിലെ വഞ്ചന, കൃത്രിമം എന്നിവ തടയുക, അസലാധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ നശിച്ചു പോയാലോ അവകാശങ്ങൾ സ്ഥാപിക്കാൻ സൗകര്യവും അവസരവും ഒരുക്കുക തുടങ്ങിയവയാണ് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പ്രധാന ഭരണ നിർവഹണ മേഖല. എന്നാൽ ഇതിനൊപ്പം തന്നെ ചിട്ടി രജിസ്ട്രേഷൻ, പാർട്ട്ണർഷിപ്പ്, ഫേം രജിസ്ട്രേഷൻ, നോൺ ട്രേഡിംഗ് കമ്പനി രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ എന്നിവയും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ തന്നെ ഭരണനിർവഹണത്തിൽ പെടുന്നവയാണ്. ഈ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സംഘങ്ങളുടെ രജിസ്ട്രേഷനും അനുബന്ധ പരിപാടികളും. ഒരു പൊതുവായ ലക്ഷ്യം നിറവേറ്റുന്നതിനായി കൂട്ടായ പ്രവർത്തനം നടത്തുന്നതിന് സന്നദ്ധരായ ആളുകളുടെ സംഘടനയാണ് സൊസൈറ്റി അഥവാ സംഘം എന്നത്. ഇത്തരം സൊസൈറ്റികളുടെ അഥവാ സംഘങ്ങളുടെ പ്രവർത്തനത്തിന് നിയമപരമായ പിന്തുണയും പരിരക്ഷയും നൽകുന്നതിനായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ സംഘം രജിസ്ട്രാർ മുമ്പാകെ ഇത്തരം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തു വരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കല, കായിക, ശാസ്ത്രീയ, ധാർമ്മിക, വിദ്യാഭ്യാസ കാര്യങ്ങളുടെ ഉന്നമനത്തിനായി വ്യത്യസ്തങ്ങളായ നിരവധി സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സർ, നിലവിൽ തന്നെ സർക്കാർ ഇതര മേഖലകളിൽ പ്രശസ്തമായ നിരവധി സ്ഥാപനങ്ങൾ ഈ ആക്ടുകളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ്. ഉദാഹരണമായി AMMA, ട്രിവാൻഡ്രം ക്ലബ്ബ്, ശ്രീമൂലം ക്ലബ്ബ്, ടെക്നോ പാർക്ക്, നിർമ്മിതി കേന്ദ്രം, പ്രസ് ക്ലബ്ബുകൾ, ശാന്തിഗിരി ആശ്രമം, ബാർ അസോസിയേഷനുകൾ, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഇൻഫർമേഷൻ, കേരള മിഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, കിര, PCLA ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി, കേരള സാഹിത്യ അക്കാദമി, ചിന്മയ മിഷൻ, വാസ്തുവിദ്യാ ഗുരുകുലം, വിവിധ പാലിയേറ്റീവ് സൊസൈറ്റികൾ, മലബാർ ക്യാൻസർ സെൻറ്റർ തുടങ്ങി പ്രധാനപ്പെട്ട പല സംഘങ്ങളും ഇപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടവയാണ് എന്നത് ഈ ബില്ലിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിപ്പിക്കുകയാണ്. സഹകരണ നിയമത്തിന് വെളിയിലുള്ള മിക്ക സ്ഥാപനങ്ങളും ഇത്തരത്തിൽ സംഘം രജിസ്ട്രേഷൻ നിയമപ്രകാരം പ്രവർത്തിച്ചു വരുന്നവയാണ്. സർ, എന്നാൽ നാടിതുവരെ സംസ്ഥാനത്ത് ഇക്കാര്യങ്ങളിൽ ഒരു ഏകീകൃത നിയമവ്യവസ്ഥ ഇല്ല എന്നതാണ് ഒരു ഗുരുതരമായ പ്രശ്നം. നിലവിൽ 2 ആക്ടുകൾ അനുസരിച്ചാണ് ഇവ രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തിച്ചു വരുന്നത്.
പഴയ മലബാർ പ്രദേശങ്ങൾ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലയിലെ നെന്മാറ, ചിറ്റൂർ ഒഴികെയുള്ള പ്രദേശങ്ങൾ, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്ക്, എറണാകുളം ജില്ലയിലെ പഴയ മലബാർ, ഫോർട്ട് കൊച്ചി പ്രദേശങ്ങൾ എന്നീ സ്ഥലങ്ങളിൽ 1960 21 നമ്പർ കേന്ദ്ര ആക്ടായ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആണ് ബാധകമായിട്ടുള്ളത്. സംസ്ഥാനത്ത് ഒഴിച്ചുള്ള പ്രദേശങ്ങളിൽ, അതായത് പഴയ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനത്തെ മുഴുവൻ 1955 12 നമ്പർ ആക്ടായ തിരുവിതാംകൂർ, കൊച്ചി സാഹിത്യ, ശാസ്ത്രീയ, ധാർമ്മിക സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ടാണ് ബാധകമായിട്ടുള്ളത്. മാത്രവുമല്ല, ആക്ടുകൾ നടപ്പിലാക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കണമെങ്കിലും നാളിതുവരെ ഈ 2 ആക്ടുകൾക്കും ആവശ്യമായ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല എന്നതും ഒരു പോരായ്മയാണ്. ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാത്രമാണ് നിലവിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. നിലവിലുള്ള 2 ആക്ടുകളും കേരള സംസ്ഥാന രൂപീകരണത്തിന് മുമ്പുള്ളതും വ്യവസ്ഥകൾ വ്യത്യസ്തവുമാണ്. ഫീസ് ഘടന, റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നതിൽ വന്നുചേരുന്ന വീഴ്ച, ക്രമവൽക്കരിക്കൽ തുടങ്ങിയ പ്രധാന കാര്യങ്ങളിൽ ഉൾപ്പെടെ ഈ വ്യത്യസ്തത നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ തന്നെ വ്യത്യസ്ത താലൂക്കുകളിൽ വ്യത്യസ്ത നിയമങ്ങൾ ബാധകമാകുന്നതും ഒരു ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റി വ്യത്യസ്ത ജില്ലകളിൽ പ്രവർത്തിക്കുമ്പോൾ വ്യത്യസ്ത നിയമങ്ങൾ ബാധകമാകുന്നതും ഭരണപരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘങ്ങൾ മിക്കതും നല്ല നിലയിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് വരുന്നവയാണെങ്കിലും യഥാസമയം റിട്ടേണുകൾ സമർപ്പിച്ച് രജിസ്ട്രേഷൻ പുതുക്കാത്ത നിരവധി സംഘങ്ങളുണ്ട്. അങ്ങനെയുള്ള കടലാസ് സംഘങ്ങളിൽ ചിലത് തട്ടിപ്പ് സംഘങ്ങളായി പ്രവർത്തിക്കുന്ന പരാതികളും നിരന്തരമായി ലഭിച്ചു വരികയാണ്. സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉൾപ്പെടെ അനധികൃതമായി നടത്തുന്ന ക്രമക്കേടുകളെ യഥാസമയം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ചട്ടങ്ങൾ വേണ്ടത്ര പര്യാപ്തമല്ല. സംഘങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും അനാവശ്യ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങി പ്രവർത്തനം സ്തംഭിച്ചു പോകുന്നത് ഒഴിവാക്കാനും പരാതികളിൽ ആവശ്യമായ അന്വേഷണം നടത്തി വീഴ്ച പരിഹരിക്കുന്നതിന് വ്യവസ്ഥകൾ ഉൾച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സംസ്ഥാനത്താകെ ബാധകമായ രീതിയിൽ കേരളത്തിൽ സൊസൈറ്റി രജിസ്ട്രേഷനും അതിൻ്റെ നിയന്ത്രണവും ഏകീകരിക്കുന്നതിന് ഒരു ഏകീകൃത നിയമം അനിവാര്യമായി തീർന്നത്. ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഈ ബിൽ അവതരണത്തോടെ നിറവേറ്റപ്പെടുന്നത്. ആയതിനാൽ ഇക്കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങളും കൂടുതൽ വ്യക്തതയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയാണ് സംസ്ഥാനത്ത് കലാ, കായിക, സാഹിത്യ, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് സഹായകവും പ്രോത്സാഹനവും ആകും വിധം കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ 2025 തയ്യാറാക്കിയിരിക്കുന്നത്. മലബാർ പ്രദേശത്ത് പ്രാബല്യത്തിലിരിക്കുന്ന 1960 സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട് എന്ന കേന്ദ്ര ആക്ട് ആ പ്രദേശത്ത് ബാധകമല്ലാതാക്കുകയും 1955 തിരുവിതാംകൂർ, കൊച്ചി സാഹിത്യ, ശാസ്ത്രീയ, ധാർമ്മിക സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ആക്ട് റദ്ദാക്കുകയും ചെയ്തുകൊണ്ടാണ് സംസ്ഥാനത്ത് മുഴുവൻ ബാധകമാകും വിധം പുതിയ ഏകീകൃത നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം നിലവിലുള്ള സംഘങ്ങൾക്ക് സാധൂകരണം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. 7 അധ്യായങ്ങളിലായി 45 വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ബില്ല്. പൊതു താൽപ്പര്യം മുൻനിർത്തി രൂപീകരിക്കപ്പെടുന്ന ഇത്തരം സംഘങ്ങളിൽ ഉണ്ടായേക്കാവുന്ന കെടുകാര്യസ്ഥത, ധനദുർവിനിയോഗം, ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വ്യവസ്ഥാപിതമായി ഇടപെടാനും അവയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. അതോടൊപ്പം നടപടികൾ സംബന്ധിച്ച് IGR തലത്തിലും സർക്കാർ തലത്തിലും അപ്പീൽ അവസരങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ബില്ലിൻ്റെ തുടർപരിശോധനാ വേളയിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് അമുഖമായി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ 2025 ബഹുമാനപ്പെട്ട നിയമസഭയുടെ പരിഗണനയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കടകംപള്ളി സുരേന്ദ്രന് 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിന് സർക്കുലേറ്റ് ചെയ്യണമെന്ന് 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സർ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ ചരിത്രത്തിലെ ഒരു നല്ല മുഹൂർത്തമാണിത്. പുരോഗമനപരമായ കാഴ്ചപ്പാടുകളോടെയും ജനകേന്ദ്രീകൃതമായ ഭരണമെന്ന ലക്ഷ്യത്തോടെയും നമ്മുടെ സർക്കാർ സഭയിൽ അവതരിപ്പിക്കുന്ന കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ 2025 ഒരു നിയമനിർമ്മാണ രേഖ മാത്രമല്ല, മറിച്ച് സംസ്ഥാനത്തെ കലാ, കായിക, സാഹിത്യ, ശാസ്ത്ര, ജീവകാരുണ്യ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും സുതാര്യതയും നൽകാനുള്ള നമ്മുടെ പ്രതിബദ്ധതയുടെ സാക്ഷ്യപത്രമാണ് സർ. സർ, കേരളം രൂപീകൃതമായത് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന മലബാർ പ്രദേശവും നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങളും ചേർന്നാണ്. ഈ ചരിത്രപരമായ വേർതിരിവ് കാലങ്ങളോളം നമ്മുടെ സംഘം രജിസ്ട്രേഷൻ നിയമങ്ങളിലും
തുടർന്ന് വരികയായിരുന്നു. ഇത് വിവിധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. സംസ്ഥാനത്ത് ഒരേ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംഘടനകൾ പോലും വ്യത്യസ്ത നിയമങ്ങളുടെ കീഴിലായിരുന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. സർ, നിലവിലുണ്ടായിരുന്ന 2 നിയമങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. 1860 സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ട്, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന മലബാർ പ്രദേശത്ത്, ഇത് വടക്കൻ ജില്ലകളാണ്, ഈ നിയമമാണ് ബാധകമായിരുന്നത്. രണ്ടാമത്തത് 1955 തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മ സംഘങ്ങൾ രജിസ്റ്റർ ആക്ട്, തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്ത് ഈ നിയമം പ്രയോഗത്തിലുണ്ടായിരുന്നു. ഈ 2 നിയമങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥകളും നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് രജിസ്ട്രേഷൻ ഫീസുകൾ വ്യത്യസ്തമായിരുന്നു. 1860 നിയമപ്രകാരം 25 രൂപയായിരുന്നപ്പോൾ 1955 നിയമപ്രകാരം 100 രൂപയായിരുന്നു ഫീസ്. കൂടാതെ വാർഷിക റിട്ടേൺ സമർപ്പിക്കുന്നതിലും മറ്റു ഭരണപരമായ കാര്യങ്ങളിലും ഓരോ നിയമത്തിനും അതിൻ്റേതായ സങ്കീർണതകളുണ്ടായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ സംസ്ഥാന വ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് വലിയ ആശയക്കുഴപ്പങ്ങളാണ് സൃഷ്ടിച്ചത്. നിലവിലെ നിയമങ്ങളിലെ ഭരണപരമായ ദൗർബല്യങ്ങൾ എത്രത്തോളം രൂക്ഷമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് 1955 നിയമപ്രകാരമുള്ള സംഘങ്ങൾക്ക് വാർഷിക റിട്ടേണുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാൻ സാധിക്കാത്തത് കാരണം പിഴയടച്ച് ക്രമപ്പെടുത്തുന്നതിനായി സർക്കാർ വൺ ടൈം സെറ്റിൽമെൻറ്റ് സ്കീം 2025 മാർച്ച് 31 വരെ നീട്ടി നൽകിയത്. ഇത് നിലവിലുള്ള നിയമങ്ങൾ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമല്ലെന്നും കാര്യക്ഷമമല്ലാത്തതുമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് സർ. പുതിയ ബിൽ പഴയ നിയമങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക മാത്രമല്ല, നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പുതിയ നിയമപരമായ ചട്ടക്കൂട് നിർമ്മിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇത് സംഘങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കും. പുതിയ ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ കേരളം മുഴുവൻ ഒരു ഏകീകൃത നിയമത്തിന് കീഴിലാകും. ഇത് നിയമപരമായ അവ്യക്തതകൾ ഒഴിവാക്കുകയും സംഘങ്ങളുടെ രൂപീകരണവും പ്രവർത്തനവും എളുപ്പമാക്കുകയും ചെയ്യും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പോലുള്ള വലിയ സംഘടനകൾ മുതൽ ഗ്രാമീണ വായനശാലകൾ വരെ എല്ലാത്തരം സൊസൈറ്റികളും ഒരു നിയമത്തിൻ്റെ കീഴിൽ വരും. നിലവിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ സംഘങ്ങൾക്കും രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ ഈ പുതിയ ഏകീകൃത നിയമം ബാധകമാകും. ഇത് നിയമപരമായ നടപടിക്രമങ്ങളിൽ സ്ഥിരത ഉറപ്പാക്കുകയും സംഘടനകൾക്ക് നിയമപരമായി സാധുത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സർ, നിലവിലെ നിയമങ്ങളിലെ കടലാസ് അധിഷ്ഠിതമായ സങ്കീർണ നടപടിക്രമങ്ങൾ കാലതാമസത്തിനും ഭരണപരമായ വീഴ്ചകൾക്കും കാരണമാകുന്നു. എന്നാൽ പുതിയ ബിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ, ഡിജിറ്റൽ രേഖകളുടെ പരിപാലനം, കടലാസ് രഹിത ഇടപാടുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പൗര സൗഹൃദ സംവിധാനം വിഭാവനം ചെയ്യുന്നുണ്ട്. ഇത് ഇടനിലക്കാരെ ഒഴിവാക്കാനും അഴിമതി കുറയ്ക്കാനും സഹായിക്കും. ഡിജിറ്റൽ സംവിധാനം വഴി രേഖകൾ കൃത്യസമയത്ത് സമർപ്പിക്കാനും അവയുടെ നിയമപരമായ സാധുത ഉറപ്പാക്കാനും സാധിക്കും. കൂടാതെ ഒരു സംഘം രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ അതിനൊരു നിയമപരമായ അസ്തിത്വം ലഭിക്കുന്നു. ഇത് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും സ്വത്തുക്കൾ സമ്പാദിക്കുന്നതിനും നിയമപരമായ കേസുകളിൽ കക്ഷി ചേരുന്നതിനും അനിവാര്യമാണ്. പുതിയ ബിൽ ഈ പ്രക്രിയകളെ കൂടുതൽ വ്യക്തവും ലളിതവുമാക്കുന്നു. അതുവഴി എല്ലാത്തരം സംഘടനകൾക്കും നിയമപരമായ അംഗീകാരം എളുപ്പത്തിൽ നേടാൻ സാധിക്കും. സർ, ഈ ബിൽ കേരളത്തിലെ നിയമവ്യവസ്ഥയെ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ പ്രതിഫലനമാണ്. രാജ്യത്തെ നിയമങ്ങൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ രജിസ്ട്രേഷൻ ബിൽ 2025 പോലുള്ള നിയമങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കേരളം സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ ഒരു മാതൃക തന്നെ സൃഷ്ടിക്കുകയാണ്. നിയമപരമായ അവ്യക്തതകൾ ഒഴിവാക്കി പൗരന്മാരെയും സംഘടനകളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കാൻ ഈ ബിൽ സഹായിക്കും. ഇത് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സേവനം ലഭ്യമാക്കുന്ന ഒരു ജനകീയ സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുകയാണ് സർ. ഈ ബിൽ കേരളത്തിലെ കലാ, സാംസ്കാരിക, ശാസ്ത്ര, ജീവകാരുണ്യ സംഘടനകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ വഴി തുറക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സർ, ഇത് നിയമപരമായ അവ്യക്തതകൾ ഒഴിവാക്കി സുതാര്യവും കാര്യക്ഷമവുമായ ഒരു പുതിയ യുഗത്തിലേക്ക് നമ്മുടെ സംഘങ്ങളെ നയിക്കും. ഈ ചരിത്രപരമായ ബില്ലിന് ഐകണ്ഠേനയുള്ള പിന്തുണ ഇവിടെ ലഭ്യമാകുമെന്ന് ഞാൻ കരുതുകയാണ് സർ. സഭയിലെ എല്ലാ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങളോടും ഐകകണ്ഠമായിട്ടുള്ള പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം ഒരു നിയമമല്ല സർ, മറിച്ച് നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ പുരോഗതിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. സർ, കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനം നേടിയെടുത്ത മഹത്തായിട്ടുള്ള നേട്ടങ്ങൾ ഒട്ടനവധിയാണ് സർ. ഇതൊരു സർക്കാരിൻ്റെ മാത്രം നേട്ടമല്ല, ഈ നാടിൻ്റെ തന്നെ നേട്ടമാണ്. കോവിഡിൻ്റെയും 2 പ്രളയങ്ങളുടെയും ദുരന്തങ്ങളെ ധീരമായി അതിജീവിച്ചാണ് ഈ നേട്ടങ്ങളെല്ലാം നമ്മൾ സ്വന്തമാക്കിയത്. സർ, സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,53,133 MSMEകൾ നമുക്ക് ആരംഭിക്കാൻ ഈ സംസ്ഥാനത്തിന് സാധിച്ചു സർ. ഇതുവഴി 22,688 കോടി രൂപയുടെ നിക്ഷേപവും 7,49,712 തൊഴിലവസരങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ശ്രദ്ധേയമാണ് സർ. സംരംഭക വർഷത്തെ MSME മേഖലയിലെ ഏറ്റവും മികച്ച മോഡലായി പ്രധാനമന്ത്രിയുടെ ചെയർമാൻഷിപ്പിൽ നടന്ന യോഗം നമ്മുടെ സംസ്ഥാനത്തെ തിരഞ്ഞെടുത്തു സർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ അവാർഡും ലഭിച്ചു സർ. IKGS വഴി 1.96 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചു സർ.
33,057 കോടിയുടെ 117 പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനവും നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. സർ, സ്ഥലലഭ്യതക്കുറവ് കേരളത്തിൽ വ്യാവസായിക പാർക്ക് സ്വകാര്യ മേഖലയിൽ തുടങ്ങാനുള്ള പദ്ധതി ആരംഭിച്ചു. ഇതുവഴി 35 പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് അനുമതി നൽകി. സർ, ഇതേ രീതിയിൽ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കും ഉടനെ ആരംഭിക്കുകയാണ്. കേരളം ചരിത്രത്തിലാദ്യമായി ഈസ് ഓഫ് ഡൂയിങ് റാങ്കിങ്ങിൽ ഇന്ത്യയിൽ ഒന്നാമതായി. സർ, ഞാൻ ഈ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പുതിയ നിർമ്മാണങ്ങളിലൂടെ നാം കൈവരിച്ച മഹത്തായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ച കാര്യം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സർ, സാമ്പത്തികമായി കേരളം തകർന്നുവെന്ന വ്യാജ പ്രചാരണങ്ങളുടെയും അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു. സാർ, 2011-16 GSDP വളർച്ച 11.6% കുറഞ്ഞപ്പോൾ കടത്തിൻ്റെ വളർച്ച 14.9% കുതിച്ചു. 2021-25 കാലഘട്ടത്തിൽ വളർച്ചാ നിരക്ക് ശരാശരി 13.5% ഉയർന്നപ്പോൾ കടത്തിൻ്റെ വളർച്ചാ നിരക്ക് ശരാശരി 9.8% മാത്രമാണ്. സാർ, ഇത് തനത് വരുമാനം വർദ്ധിപ്പിച്ചും ചെലവുകൾ ക്രമീകരിച്ചും നമ്മുടെ ഗവൺമെൻറ് നടത്തിയ ധനകാര്യപരമായ കാര്യക്ഷമതയുടെ ഫലമാണ്. സാർ, സാമൂഹ്യക്ഷേമത്തിലും നമ്മുടെ ഗവൺമെൻറ് ഒരുപടി മുന്നിലാണ്. സാർ, ഭവനരഹിതരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ ഒരിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ലൈഫ് മിഷൻ വഴി സാർ 4,57,055 വീടുകൾ പൂർത്തീകരിച്ചു നൽകി. സാർ, ലൈഫ് മിഷൻ്റെ 3ാം ഘട്ടത്തിൽ 101 ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. സാർ, പുനർഗേഹം പദ്ധതി വഴി 2,878 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകാൻ നമുക്ക് സാധിച്ചു. സാർ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് നാം ഉയർത്തി. സാർ, തുല്യതയും ഗുണമേന്മയും ഉറപ്പാക്കി വിദ്യാഭ്യാസ മേഖലയെ 2ാം തലമുറ പ്രശ്നങ്ങളെ നേരിടുകയാണ് നമ്മുടെ സർക്കാർ. ആരോഗ്യരംഗത്ത് കേരളം നേടിയ നേട്ടങ്ങൾ വികസിത രാജ്യങ്ങളോട് സമാനമാണ്. സാന്ത്വന പരിചരണത്തിൽ കേരളം ഒരു മാതൃകയാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ നിരീക്ഷിക്കുകയുണ്ടായി. സാർ, സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് 5 കുറഞ്ഞു. സാർ, 1000-ൽ 5 കുറഞ്ഞു. അമേരിക്കയിൽ 5.7 സാർ, അമേരിക്കയിലേക്കാൾ കുറവാണ്. ഈ നേട്ടങ്ങളെല്ലാം സാധാരണക്കാരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതിന് തെളിവാണ്. സാർ, വർത്തമാനകാലത്തെ നേട്ടങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഭൂതകാലത്തെ കെടുകാര്യസ്ഥതകളെയും അഴിമതികളെയും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സാർ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നില്ല. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റിന് തുടർഭരണം ലഭിച്ചത് ജനങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസം വർദ്ധിച്ചതിൻ്റെ ഫലമായാണ്. സാർ, കഴിഞ്ഞ UDF ഗവൺമെൻറ് കാലത്തെ തനത് വരുമാന വളർച്ച വെറും 10% കോവിഡും പ്രളയവും അതിജീവിച്ച ശേഷം പോലും 2021-23 കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് 22-23% അത് ഉയർത്തി. സാർ, ഇത് സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള മികവാണ് വ്യക്തമാക്കുന്നത്. ഭരണ തുടർച്ച എന്നത് ജനങ്ങളുടെ അംഗീകാരമാണ്. സാർ, ഒപ്പം ഭരണത്തിൽ തുടരുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ഈ ഭരണ തുടർച്ച നൽകുന്നുണ്ട്. സാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ആരോഗ്യകരമായ വിമർശനങ്ങളെയും സംവാദങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സാർ, പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം ഇടുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സാർ, കേരളയിൽ പോലുള്ള വലിയ പദ്ധതികൾ എതിർത്തുകൊണ്ട് അവർ കേരളത്തിൻ്റെ ഭാവി വികസനത്തെയാണ് തടസ്സപ്പെടുത്തിയത്. അതിൽ അടയാള കല്ലുകൾ പോലും പിഴുതെറിഞ്ഞു. സാർ, ആർക്കാണിത്ര ധൃതി എന്നാണ് ചോദ്യം. സാർ, ഞാൻ ചോദിക്കട്ടെ, ധൃതിയില്ലാത്ത നിങ്ങളെല്ലാവരും റെയിൽവേ യാത്ര ചെയ്യുന്നത് നിയമസഭാ സാമാജികർക്കുള്ള എമർജൻസി കോട്ട എന്ന പ്രിവിലേജ് ഉപയോഗിച്ചില്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് ധൃതിയില്ലെങ്കിൽ ആ പ്രിവിലേജ് വേണ്ടെന്ന് വെക്കണം. സാധാരണക്കാരെ പോലെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണം. അപ്പോൾ മനസ്സിലാവും സമയത്തിൻ്റെ വിലയും യാത്ര അനിശ്ചിതത്തിലായി വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നതിൻ്റെ സുഖവും. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയുള്ള സമരത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ തെറ്റിദ്ധരിപ്പിച്ച് പദ്ധതി എതിർക്കുന്ന നിലപാടാണ് സാർ നമ്മുടെ സംസ്ഥാനത്ത് പ്രതിപക്ഷം സ്വീകരിച്ചത്. സാർ, ഇവർ എതിർത്ത ദേശീയപാത വികസനവും ഗെയിൽ പദ്ധതിയും ഇടമൺ കൊച്ചി പവർ ഹൈവേയും വിഴിഞ്ഞം തുറമുഖവും ഈ ഗവൺമെൻറ് നടപ്പിലാക്കി. സാർ, പ്രതിപക്ഷ നേതാവ് എതിർക്കുമെന്ന് പറഞ്ഞ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. നിങ്ങൾ എതിർത്ത കേരളയിലും ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെൻറ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. സാർ, വികസന പ്രവർത്തനങ്ങളിലെ ട്രാക്ക് റെക്കോർഡ്, സാമൂഹ്യക്ഷേമത്തിലെ പ്രതിബദ്ധത, അഴിമതിരഹിത ഭരണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ആർജവം എന്നിവയെല്ലാം ഇടതുപക്ഷത്തെ കേരളത്തിന് കൂടുതൽ പ്രിയങ്കരമാക്കുകയാണ്. കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണം ഈ സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത എത്രത്തോളമുണ്ടെന്ന് തെളിയിച്ചു. പ്രതിപക്ഷത്തിൻ്റെ കെടുകാര്യസ്ഥതയും വികസന വിരുദ്ധ നിലപാടുകളും കാരണം കേരളത്തിൻ്റെ ഭാവിക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നും അധികാരത്തിൽ തുടരുന്നത് അനിവാര്യമാണെന്ന് തെളിയിക്കുന്ന സാഹചര്യമാണ് സാർ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമുണ്ട്. സാർ, 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ബില്ലിന് അംഗീകാരം നൽകാൻ ഈ സഭയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സാർ. ശ്രീ എം രാജഗോപാലൻ ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ചെയർ ഇവിടുന്ന് പറയുമ്പം തൽക്കാലം ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് പാർട്ട് പിന്നെ സംസാരിക്കാം. സാർ,
വളരെ കാലോചിതമായിട്ടുള്ള ഒരു ബില്ലിൻ്റെ ഏകോപനമാണ് ഈ സഭയുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പല ബില്ലുകളും അവതരിപ്പിക്കുകയും ഭേദഗതി വരുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം വെല്ലുവിളിക്കുന്നതിനും ജനവിരുദ്ധ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബില്ലുകളായിരുന്നു അവിടെ ഭേദഗതിയും ബില്ല് പാസ്സാക്കുന്നത്. ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധവും സാംസ്കാരിക പ്രബുദ്ധവുമായിട്ടുള്ള ഈ കേരളത്തിൽ നമ്മുടെ ഈ നിയമസഭയിൽ ജനക്ഷേമത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണവും നിയമ ഭേദഗതിക്കുമാണ് എപ്പോഴും നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 2025 കേരളത്തെക്കുറിച്ചൊരു നവകേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന അഥവാ വൈജ്ഞാനിക കേരളത്തിലേക്ക്, വൈജ്ഞാനിക സമൂഹത്തിലേക്ക് നടന്നു നീങ്ങുന്ന വർത്തമാനകാല കേരളത്തിൽ ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയെല്ലാം തന്നെ മനുഷ്യനന്മയെയും സാമൂഹ്യ പുരോഗതിയെയും മുൻനിർത്തി പ്രയോജനപ്പെടുത്തുന്ന വർത്തമാനകാലത്ത് വളരെ ശക്തവും ശ്രദ്ധേയവുമായിട്ടുള്ള ഇടപെടലാണ് രജിസ്ട്രേഷൻ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ വിവരസാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വകുപ്പിനെ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിലവിൽ വന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർ ഇപ്പോൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതും അതിൻ്റെ ഭരണം നടത്തുന്നതും. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്തൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യൻസ് ഇൻ കളർ ആൻഡ് ബ്ലഡ് ബട്ട് ബ്രിട്ടീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് മാനർ എന്നുള്ളതായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ ഇടപെടലും നടത്തിയത്. അതുപോലെ അത്തരം ജനവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾക്കെതിരെ ജനങ്ങൾ അണിനിരക്കുന്ന ഘട്ടത്തിലൊക്കെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവരിൽ അസഹിഷ്ണുത വളർത്താനും ഭിന്നിപ്പുണ്ടാക്കുന്നതിനും വലിയ ശ്രമമാണ് നടത്തിയത്. അതായിരുന്നു ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള നയം അവർ സ്വീകരിച്ചത്. വർത്തമാനകാല ഇന്ത്യയിൽ ഇന്ന് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തുമെല്ലാം അസഹിഷ്ണുതയും മതനിരപേക്ഷതയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന, ഭിന്നിപ്പിക്കുന്ന വളരെ അപകടകരമായ നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം തന്നെ ഫലപ്രദവും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെങ്കിൽ സംഘങ്ങളുടെ രൂപീകരണം അനിവാര്യമാണ് സർ. പ്രത്യേകിച്ച് വർത്തമാനകാല യുവത്വത്തിൻ്റെ അഭിരുചിയും മനോഭാവവും സ്വഭാവവും എല്ലാം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അരാജകത്വത്തിലേക്കും അരാഷ്ട്രീയ പ്രവണതകളിലേക്കും ക്രിമിനൽ വൽക്കരണത്തിലേക്കുമെല്ലാം തന്നെ യുവജന സമൂഹം വഴിതെറ്റിപ്പോവുകയാണ്. മദ്യം, അതുപോലെ മയക്കുമരുന്ന്, ഇതിനെല്ലാം അടിമപ്പെടുന്ന വർത്തമാനകാല യുവത്വം അവരുടെ സർഗശേഷിയും കർമ്മശേഷിയും എല്ലാം തന്നെ കുത്തിച്ചോർത്തി കളയുകയാണ്. ഈ ഒരു വർത്തമാനകാലത്ത് യുവാക്കളെ ലക്ഷ്യബോധത്തോടെ സാംസ്കാരിക അവബോധം വളർത്തിയെടുത്ത് മുന്നോട്ട് നയിക്കാൻ നിഷ്കളങ്കമായ ഗ്രാമഹൃദയത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പ്രവർത്തനം വളരെ അനിവാര്യമാണ്. അപ്പോൾ അത്തരം സംഘങ്ങളെല്ലാം രൂപീകരിക്കുമ്പോൾ യഥാസമയം തന്നെ അതിന് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക കുരുക്കുകളും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്. ആ സാങ്കേതിക കുരുക്കുകളെല്ലാം തന്നെ ഒഴിവാക്കപ്പെടാൻ സഹായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകോപനമാണ് ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ വർത്തമാനകാല ഇന്ത്യയിൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് സർ നടക്കുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയാണ്. സ്റ്റേറ്റ് ലിസ്റ്റ് ആയാലും കൺകറന്റ് ലിസ്റ്റ് ആയാലും കേന്ദ്ര ലിസ്റ്റ് ആയാലും എല്ലാം കൺകറന്റ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ഓരോ മേഖലയിലും അധികാരം അല്ലെങ്കിൽ മേൽക്കൈ നേടാനാണ്. പ്ലീസ് അങ്ങേക്ക് നിങ്ങളുടെ പ്രസംഗം ആഫ്റ്റർ അഡ്ജോൺമെന്റ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. യെസ്, താങ്ക് യു. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള വിവിധ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ മുതലായവയെല്ലാം ഉൾപ്പെടെയുള്ള പൊതുജന താൽപര്യാർത്ഥവും സംഘാംഗങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകിയും പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ രജിസ്ട്രേഷനും ഭരണ നിയന്ത്രണവും നടത്തുന്നത് പഴയ ആക്ടുകളുടെ പിൻബലത്തിലായിരുന്നു സർ. അപ്പോൾ ഇത് രജിസ്ട്രേഷൻ ആക്ടിൻ്റെ പുതിയൊരു രജിസ്ട്രേഷൻ ആക്ട് ഏകോപിപ്പിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത നമ്മെ ബോധ്യപ്പെടുന്നതാണ്. ഇത്രയും പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ആക്ടുകൾ 1860 21 നമ്പർ ആക്റ്റും 955 12 നമ്പർ ആക്റ്റുമാണ്. സംഘങ്ങളുടെ പ്രവർത്തനം, അതുപോലെ ഭരണനിർവഹണം, അതിൻ്റെ നിയന്ത്രണം, ഇതൊക്കെ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് ഈ ആക്ടുകളുടെ അടിസ്ഥാനത്തിൽ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല സർ. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ആക്ടിലെ പരിമിതമായ വ്യവസ്ഥകൾ പ്രകാരം മാത്രമാണ് പോയ കാലങ്ങളിൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സംഘങ്ങൾ ഒരു വർഷത്തെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ ഏതെങ്കിലും കാരണത്താൽ വീഴ്ച വരുത്തിയാൽ അങ്ങനെയുള്ള സംഘങ്ങളുടെ റിട്ടേൺസ് ഫയൽ ചെയ്ത് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം ക്രമവൽക്കരിക്കുന്നതിന് പ്രത്യേക സർക്കാർ ഉത്തരവ് തന്നെ ആവശ്യമാണ്. എന്നാൽ 55 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘം റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൽ വരുത്തുന്ന വീഴ്ച ഈ ആക്ടിലെ വ്യവസ്ഥ പ്രകാരം നടപ്പിലാക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം സർക്കാർ നിശ്ചയിക്കുന്ന പിഴ ഒടുക്കി അവയുടെ പ്രവർത്തനം നിയമപരമായി തുടരാവുന്നതാണ്. സർ, 860 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള അത്തരം സംഘങ്ങളുടെ റിട്ടേൺസ് ഫയലിംഗ് ക്രമവൽക്കരിക്കുന്നതിനുള്ള പ്രത്യേക സർക്കാർ ഉത്തരവിനായി അപേക്ഷകൾ സർക്കാരിലേക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്
ഈ ധാരാളം സംഘങ്ങൾ ഇങ്ങനെ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. അപ്പം അത്തരം സംഘങ്ങളെ കണ്ടെത്തുന്നതിനോ പ്രവർത്തനമില്ലാത്ത സംഘങ്ങളെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനോ നിലവിലെ ആക്ടുകളിൽ യാതൊരു വ്യവസ്ഥയുമില്ല. ഇതും ഒരു ദുർബലതയാണ് സർ. അതുപോലെ സംഘങ്ങൾക്ക് ഇടയിലുണ്ടാകുന്ന വിഭിന്ന അഭിപ്രായം അതുപോലെ ഭിന്നാഭിപ്രായവും താല്പര്യവും കാരണം പല ഘട്ടത്തിലും തർക്കങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ അങ്ങനെ ഈ തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകളൊന്നും തന്നെ നിലവിലെ ആക്ടിൽ ഉൾപ്പെട്ട് വരുന്നില്ല. തർക്കങ്ങൾ കോടതി മുഖേന മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിസ്സാര തർക്കങ്ങളും ഭിന്നാഭിപ്രായങ്ങളും പോലും കേസുകൾക്ക് കാരണമാകുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. സംഘത്തിൻ്റെ സുഗമമായ പ്രവർത്തനം അതുകൊണ്ട് തന്നെ തടസ്സപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു സർ. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഏകോപനത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ സൊസൈറ്റി രജിസ്ട്രേഷനും അതിൻ്റെ നിയന്ത്രണവും ഏകീകരിക്കുന്നതിന് ഒരു ഏകീകൃത നിയമം നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഗവൺമെൻറ് ഇതിനെ സമീപിച്ചിട്ടുള്ളത്. കാലോചിതമായിട്ടുള്ള മാറ്റങ്ങളും കൂടുതൽ വ്യക്തതയുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തി കേരളത്തിൽ കല, കായികം, സാഹിത്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് പ്രോത്സാഹനമാകുന്ന വിധത്തിലാണ് സർ കേരള സംഘ രജിസ്ട്രേഷൻ്റെ ബിൽ 2025 ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സർ, ഈ ഒരു ബിൽ അവതരണത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളുടെയും അവരുടെ സാംസ്കാരിക അഭിരുചിയും കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനം നടത്തുന്ന കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളെയെല്ലാം തന്നെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായാൽ മാത്രമേ അവരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ ജനങ്ങളിലേക്ക് സാംസ്കാരിക പ്രവർത്തനമെല്ലാം തന്നെ വിപുലീകരിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുക്കുകയുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഒരു ആധികാരികത ഇതിൻ്റെ പിൻബലത്തിൽ ഉണ്ടാകണമെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ കാലതാമസം കൂടി ഒഴിവാക്കി ഏറ്റവും വേഗത്തിൽ ഉണ്ടാവണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർത്തമാനകാല യുവത്വം വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ യുവാക്കളിൽ ദിശാബോധം നൽകാനും സാംസ്കാരിക അവബോധം വളർത്തിയെടുക്കാനും എല്ലാമുള്ള കൂട്ടായ്മകൾ ശാക്തീകരിക്കപ്പെടണം. അതിനാണ് സർ നിഷ്കളങ്കമായ നമ്മുടെ ഗ്രാമഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളുണ്ട്, കലാസാംസ്കാരിക സംഘടനകൾക്കുണ്ട്, വായനശാല ഗ്രന്ഥാലയങ്ങളുണ്ട്. അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സംഘടനാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ സംഘങ്ങൾക്കെല്ലാം നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് സർ. അതിൻ്റെ ഒരു സാങ്കേതിക കുരുക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ബില്ലിൻ്റെ ഒരു ഏകീകരണമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ നിയമവും ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ പല നിയമങ്ങളും കൊണ്ടുവരുന്നത് കൺകറൻറ്റ് രജിസ്റ്ററൊക്കെ ബന്ധപ്പെട്ട് പല തീരുമാനങ്ങളും വന്നപ്പോൾ, ഉദാഹരണത്തിന് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് സഹകരണ ഭേദഗതി കേന്ദ്രത്തിൻ്റെ ഒരു കടന്നുകയറ്റമായിരുന്നു സർ. അത് 2022 നിയമ ഭേദഗതിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമം മോഡി സർക്കാർ തുടരുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ധൃതരാഷ്ട്രാലിംഗനമായെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി കഴിയും. ഭരണഘടനയെയും അതുപോലെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളിൽ ഏറ്റവും ഒടുവിലേത്തതാണ് ഈ മൾട്ടി സ്റ്റേറ്റ് സഹകരണ നിയമ ഭേദഗതി. 2021 ജൂലൈ 20 97 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ സഹകരണ രംഗം സംസ്ഥാന വിഷയമാണെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിനായിട്ടുള്ള ഈ തിരിച്ചടി മറികടക്കാനാണ് പുതിയ മൾട്ടി സ്റ്റേറ്റ് നിയമ ഭേദഗതിയുടെ ലക്ഷ്യം. ഇനി വരുന്ന ആളുകളിലാണെങ്കിൽ ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷൻ പരിശോധിച്ചാൽ സഹകരണ സംഘങ്ങൾക്ക് ഇനി സംസ്ഥാനം കടന്ന് ലയിക്കാമെന്നുള്ള ഒരു നിയമത്തിലേക്കാണ് സർ കാര്യങ്ങൾ പോയത്. അപ്പോൾ ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൽ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ള ഭേദഗതി കേരളത്തെയും ബാധിക്കും. സംസ്ഥാന നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സഹകരണ സംഘത്തിന് ബഹുസംസ്ഥാന സഹകരണ സംഘത്തിൽ ലയിക്കാമെന്നാണ് പുതിയ വ്യവസ്ഥ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഇവിടുത്തെ സംഘം രജിസ്ട്രേഷൻ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഈ രജിസ്ട്രേഷൻ വകുപ്പ് വൈജ്ഞാനിക കേരളത്തിന് അനുയോജ്യമായിട്ടുള്ള വിധം ഈ പുതിയ മേഖലകളെയെല്ലാം പ്രയോജനപ്പെടുത്തുകയാണ്. ഇപ്പോൾ ആധാർ രജിസ്ട്രേഷനായി തീയതിയും സമയവും മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള ടോക്കൺ സമ്പ്രദായം നടപ്പിലാക്കി. അതുപോലെ ഒരു ജില്ലക്കകത്തുള്ള ഏത് ആധാരവും ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സ്ഥിതി വന്നു. ഫീസ് അടക്കൽ പേയ്മെൻറ്റ് സംവിധാനം വന്നു. സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഓൺലൈനിലായി ലഭ്യമാക്കുന്ന സ്ഥിതി വന്നു. സർ, വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയി. മുദ്രപത്രങ്ങൾക്ക് ഈ സ്റ്റാമ്പിംഗ് സൗകര്യം, എല്ലാ സേവനങ്ങൾക്കും പോസ് പേയ്മെൻറ്റ് സംവിധാനം, ആധാരം രജിസ്റ്റർ ആകുമ്പോൾ തന്നെ പോക്കുവരവ് നടപടികൾക്കുള്ള വിവരങ്ങൾ ഓൺലൈനായി വില്ലേജ് ഓഫീസുകൾ ലഭ്യമാക്കുന്ന സ്ഥിതി വന്നു. സാർ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയനാട് ദുരന്തത്തിൽ രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് ആധാരങ്ങൾ നഷ്ടപ്പെട്ടു പോയവർക്ക് അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സൗജന്യമായി ലഭിക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെ ഓരോ ഘട്ടത്തിലും വളരെ ശ്രദ്ധേയവും ഈ കാലിക പ്രസക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഓരോ മേഖലയിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ
കേരളത്തിലെ രജിസ്ട്രേഷൻ വകുപ്പിന് കഴിയുന്നു എന്നുള്ളതാണ് സർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ഒരു സംഘം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനം വളരെ പ്രശംസാർഹവും അഭിനന്ദനാർഹവുമാണ് സർ. സർ, ഇവിടെ ഇപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോയി. രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്കും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ വലിയ ഒരു ചർച്ച നടക്കുകയുണ്ടായി. സർ, രാഷ്ട്രീയ നാണക്കേട് പര്യായം, അതിൻ്റെ ഒരു രാഷ്ട്രീയ നാണക്കേട് മാത്രം കൈമുതലാക്കിയിട്ടുള്ള UDF സംവിധാനത്തിന് ഈ പുതിയ കാലത്തിന് ഒരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിൽ അഭയം പ്രാപിക്കുന്ന UDFനെയാണ് സർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പോലീസിനെ കുറിച്ചായിരുന്നു ഇവിടെ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചാൽ, സർ, കേരളത്തിലെ പോലീസ് ഒന്ന് പിടിമുറുക്കിയാൽ കേരളത്തിലെ UDFന്റെ നേതാക്കളുടെ കഥ കഴിയും. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. സർ, പോലീസ് ഏറ്റവും ക്രൂരമായി നിരപരാധികളും നിഷ്കളങ്കരമായിട്ടുള്ള വിദ്യാർത്ഥി വേട്ട നടത്തിയിട്ടുള്ള ഒരു അനുഭവം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു സർ. ഒരു കാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ചോരത്തുള്ളികളും മാംസച്ചീളുകളും എല്ലാം തെരുവോരങ്ങളിൽ ചിതറി വീണപ്പോൾ അന്ന് കേരളത്തിനൊരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. ശ്രീ വയലാർ രവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസിന് ലാത്തി കൊടുത്തിരിക്കുന്നത് ഓടക്കുഴൽ വിളിക്കാനല്ല, സമര വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കാനാണ് എന്നുള്ളതായിരുന്നു. സാർ, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ ശ്രീ പിണറായി വിജയനും മുമ്പ് കൈകാര്യം ചെയ്ത കോടിയേരി ബാലകൃഷ്ണനും ഈ കേരളത്തിൽ പോലീസിനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ജനസേവകരായി പോലീസിനെ ജനങ്ങളുടെ പ്രായോഗിക അനുഭവത്തിൽ തെളിയിച്ചു കൊടുക്കാനും നേതൃത്വം നൽകിയ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള മന്ത്രിമാരാണ് സാർ. പൊളൈറ്റ്, ഒബീഡിയൻറ്റ്, ലോയൽറ്റി, ഇൻ്റലിജൻസ്, കറേജ് ആൻഡ് എഫിഷ്യൻസി. അക്ഷരാർത്ഥത്തിൽ പോലീസ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിനെ കാര്യക്ഷമമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. അതേസമയം തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള ആർജവും കരുത്തുമുള്ള സർക്കാരാണ് സാർ ഇന്ന് കേരളം ഭരിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ജനക്ഷേമ പദ്ധതികളും വികസനക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാമായി മുന്നോട്ട് പോകുന്ന, വികസന കുതിപ്പുമായി മുന്നോട്ട് പോകുന്ന, വിസ്മയകരമായ വികസന മുന്നേറ്റങ്ങളിലൂടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ ഇതുപോലെയുള്ള വിവിധ മേഖലകളിൽ ജനോപകാരപ്രദമായി ജനങ്ങളുടെ നന്മയെ മുൻനിർത്തി സാമൂഹ്യ പുരോഗതിയെ മുൻനിർത്തിയുള്ള ഇടപെടലുകൾ, അത് നിയമ ഭേദഗതിയായാലും നിയമനിർമ്മാണമായാലും കാര്യക്ഷമതയോടെ ഫലപ്രദവും കാര്യക്ഷമമായിട്ട് രീതി നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് ഈ സർക്കാർ. അത്തരമൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഏകീകരണത്തെ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ. ശ്രീ UA ലത്തീഫ് നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ V ശശിക്ക് ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതിയെ പിന്താങ്ങി സംസാരിക്കാവുന്നതാണ്. സാർ, വളരെ സുപ്രധാനമായ ഒരു ബില്ലാണ് സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന 2025 കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബില്ലിലൂടെ രജിസ്ട്രേഷൻ വകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നിലവിൽ പഴയ മലബാർ പ്രദേശത്തിന് മാത്രം ബാധകമായ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനും പഴയ തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിന് ബാധകമായ 1955 തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്ര ധാർമ്മിക സംഘങ്ങൾ രജിസ്ട്രേഷൻ ആക്ടിനും പകരം ഒരു ഏകീകൃത നിയമത്തിന് രൂപം നൽകുക എന്നതാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമാക്കുന്നത്. സാർ, നിലവിലുള്ള 2 ആക്ടുകൾക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. വളരെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങൾ തുടങ്ങി പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ വരെ ഇതിൽ ഉൾപ്പെടും. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, കേരള സാഹിത്യ അക്കാദമി, ചിന്മയ മിഷൻ ഉൾപ്പെടെ ബഹുജന താൽപ്പര്യവും കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, അഖില ഭാരതീയ അയ്യപ്പ സേവാ സംഘം, കേരള ഗാന്ധി സ്മാരകനിധി, ശാന്തിഗിരി ആശ്രമം, ഇൻഫർമേഷൻ കേരള മിഷൻ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും കേരള IAS ഓഫീസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ സർക്കാർ ജീവനക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സംഘങ്ങളും റെസിഡൻസ് അസോസിയേഷനുകൾ, ചെറുതും വലുതുമായ ക്ലബ്ബുകൾ, സ്വയം സഹായ സംഘങ്ങൾ മുതലായവയും ഉൾപ്പെടെയുള്ള പൊതുജന താൽപ്പര്യവും സംഘാംഗങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കി പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ രജിസ്ട്രേഷനും ഭരണ നിയന്ത്രണവും നടത്തുന്നതിന് മേൽ വിവരിച്ച 2 ആക്ടുകളുടെ പിൻബലത്തിലാണ് നടത്തിപ്പോരുന്നത്. ഈ ആക്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പരിമിതമായ വ്യവസ്ഥകൾ മാത്രം ഉപയോഗിച്ചാണ് ഇതിലെ നടപടികൾ സ്വീകരിച്ചു പോരുന്നത്. സർ, സംഘങ്ങൾ യഥാസമയം റിട്ടേൺ ഫയൽ ചെയ്യാതെ വന്നാൽ നിലവിലുള്ള 2 ആക്ടുകളിൽ
വ്യത്യസ്തമായ നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത്. 1860 ആക്ട് പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയാൽ അത് ക്രമീകരിക്കുന്നതിന് സർക്കാരിൻ്റെ പ്രത്യേക ഉത്തരവ് ആവശ്യമാണ്. എന്നാൽ 1955 ആക്ട് പ്രകാരം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം സർക്കാർ നിശ്ചയിക്കുന്ന പിഴ ഈടാക്കി അവയുടെ പ്രവർത്തനം തുടരുവാൻ അനുവദിക്കുന്നു. കേരളത്തിൽ 5 ലക്ഷത്തിൽ പരം സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ 1 ലക്ഷത്തോളം സംഘങ്ങൾ മാത്രമാണ് നിയമാനുസൃതം റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ബാക്കിയുള്ളവയിൽ 1860 ആക്ട് പ്രകാരം ക്രമവൽക്കരിക്കാനുള്ള അപേക്ഷകൾ നിരന്തരം സർക്കാരിലേക്ക് വരികയും അതിന്മേൽ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1955 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം പ്രയോജനപ്പെടുത്തി ക്രമവൽക്കരിച്ച് നൽകുന്നുണ്ട്. എന്നാൽ റിട്ടേൺ ഫയൽ ചെയ്യാതെ ധാരാളം സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അത്തരം സംഘങ്ങളെ കണ്ടെത്തി അതിനെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനോ നിലവിലെ ആക്ടിൽ യാതൊരു വ്യവസ്ഥയും നിലവിലില്ല. ഈ ആക്ടുകളുടെ തണലിൽ പുതുക്കാതെയും വ്യാജ പേരിൽ പ്രവർത്തിക്കുന്നതുമായി നിരവധി കടലാസ് സംഘടനകളും ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ളവ പലതരം തട്ടിപ്പുകളുടെ കേന്ദ്രമായി മാറുന്നതായും കണ്ടുവരുന്നു. ഇതിനെല്ലാം നിയന്ത്രിക്കാനും കാര്യക്ഷമമാക്കാനും സംസ്ഥാനത്തിനാകെ ബാധകമായ ഒരു നിയമം ഉണ്ടാക്കുക എന്നതാണ് ഈ ബില്ലിലൂടെ ലക്ഷ്യമാക്കുന്നത്. അതിൻ്റെ നിയന്ത്രണത്തിൽ സംസ്ഥാനത്തെ കല, കായിക, സാഹിത്യ, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും ഈ ബില്ല് ലക്ഷ്യമാക്കുന്നു. കേരള സംഘം രജിസ്ട്രേഷൻ ആക്ട് 2025 ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത്. ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് അയക്കുന്നതിന് ഞാൻ ഉണ്ടാകും. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, നമ്മുടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ എം രാജഗോപാൽ, വി ശശി തുടങ്ങിയ സുഹൃത്തുക്കൾ ഇവിടെ അവരുടെ പ്രസംഗത്തിൽ നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളുണ്ട്, പരാമർശനങ്ങളുണ്ട്. ഇതെല്ലാം അതിൻ്റെ തന്നെ പൂർണ്ണരൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ നിയമം നടപ്പിലാക്കുന്ന രംഗത്ത് അതെല്ലാം തന്നെ ഫലപ്രദമായും ഗുണകരമായ നിലയിലും അവർ പറഞ്ഞ കാര്യങ്ങൾ പരിചിന്തനം ചെയ്തുകൊണ്ട് അതുകൂടി ഉൾക്കൊള്ളുന്നതാണ്. പുതിയ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട കേരള സംഘടന രജിസ്ട്രേഷൻ ബിൽ അതിന് പ്രാധാന്യം പ്രസക്തിയും എല്ലാം തന്നെ ഞാൻ ആമുഖമായി പറയുകയുണ്ടായി. സമഗ്രമായി നമുക്കൊരു ഈ ബില്ലിൻ്റെ ആവശ്യകതയും ബോധ്യപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സുകളിൽ മുഖ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമെന്നടക്കം ഇതിൻ്റെ സാർവത്രികതയും അതിൻ്റെ ജനകീയതയും കൂടുതൽ ഫലപ്രദമാക്കാനും സാധിക്കത്തക്ക നിലയിൽ ഒരു പൊതു നിയമം ആവശ്യമായിട്ടുണ്ട് എന്ന ഒരു ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് ഇക്കാര്യത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതലായി മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ കൂടുതൽ കൂട്ടിച്ചേർക്കാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ ബഹുമാനിയായ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാണിച്ച നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഞാൻ അത് ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുകയും അവരെ അഭിനന്ദിക്കാൻ ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ കൂടുതൽ സംസാരിക്കാതെ നമ്മുടെ ഈ ബില്ല് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി പരിചിന്തനത്തിന് വേണ്ടി അയക്കണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഞാനിത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിന് സർക്കുലേറ്റ് ചെയ്യണമെന്ന് അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ എം രാജഗോപാലൻ 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അങ്ങയുടെ 2B നമ്പർ ഭേദഗതി ചെയ്യുന്നുണ്ടോ? പ്രസ് ചെയ്യാത്ത വർഷം സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2025 കേരള സംഘങ്ങളുടെ രജിസ്ട്രേഷൻ ബിൽ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി 8ൻ്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സബ്ജക്റ്റ് കമ്മിറ്റി 8ൻ്റെ പരിഗണനയ്ക്ക് അയക്കുന്നു.